ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ തരിക്കഞ്ഞിയാണ്. തരിക്കഞ്ഞി നമ്മൾ പലരും പല ടൈപ്പുകളിൽ തയ്യാറാക്കാറുണ്ടായിരിക്കും. ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു തരിക്കഞ്ഞി ഈ ഒരു ചേരുവയും കൂടി ചേർത്തൊന്ന് ട്രൈ ചെയ്തു നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. സ്പെഷ്യൽ ടേസ്റ്റുള്ള ഈ ഒരു തരിക്കഞ്ഞി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ഗീ ഇട്ട് കൊടുക്കാം. ഗീ നന്നായിട്ട് മെൽട്ടായി വന്നതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള റവ ചേർത്ത് കൊടുക്കാം. റവയുടെ അളവ് കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. വെറും 2 ടേബിൾ സ്പൂൺ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ റവ ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ 1 മിനിറ്റ് ഈ ഗീയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നമ്മൾ ഈ ഒരു റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും പാലല്ല, പകുതി പാലും പകുതി വെള്ളവും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി നമ്മുടെ തരിക്കഞ്ഞിക്ക് മധുരം കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ തരിക്കഞ്ഞിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 4-5 ഏലക്കയുടെ സീഡ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചവ്വരിയാണ്. ഈ ചവ്വരി നമ്മൾ കഴുകിയതിന് ശേഷം 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചവ്വരിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ഒരു പാത്രം പകുതി അടച്ചു വെക്കാം. ചവ്വരി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ചവ്വരി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഇനി വേണമെങ്കിൽ ഇതിലേക്ക് ഒരല്പം ഗീയിൽ കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടി വറുത്ത് കോരിയിട്ട് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യൽ തരിക്കഞ്ഞി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.